ഗൗതം, എന്തായാലും നമ്മൾ കഴിഞ്ഞ 1 മണിക്കൂർ വാർത്തകൾ ചർച്ച ചെയ്യുകയായിരുന്നു. എന്തായാലും 1 മണിക്കൂർ പിന്നിടുമ്പോൾ ഇന്ന് പുത്തൻ പുലരിയിൽ അതിഥിയായി ചലച്ചിത്ര പിന്നണി ഗായികയും അവതാരകയുമായ JR ദിവ്യ നായർ ഉണ്ട്. ദിവ്യ, സ്വാഗതം. ദിവ്യ, ആദ്യം നമുക്ക് ദിവ്യ ഒന്ന് പരിചയപ്പെടാം. ദിവ്യ എവിടെയാണ് സ്വദേശം? ദിവ്യ ഗായികയാണ്, ഒപ്പം മലയാളത്തിലും തെലുങ്കിലും പാടിയിട്ടുമുണ്ട്. നിരവധി സംഗീതം പഠിച്ചാണ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതെ, നിരവധി സ്റ്റേജ് ഷോകൾ ചെയ്യാറുണ്ട്. ഒരു വോയിസ് ആർട്ടിസ്റ്റാണ്. ഒപ്പം ആഡ്സിന്, പരസ്യങ്ങൾക്ക് ശബ്ദം നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ്? ആദ്യം നമുക്ക് ദിവ്യ ഒന്ന് പരിചയപ്പെടാം. ഒരുപാട് സന്തോഷം ഈ ഒരു ഓണവേളയിൽ ജനം TV കൂടാൻ സാധിച്ചതിന് ആദ്യമേ നന്ദി പറയുന്നു. എൻ്റെ തുടക്കം എന്ന് പറയുന്നത് സ്കൂൾ കാലഘട്ടത്തിലുള്ള യുവജനോത്സവത്തിൽ നിന്നുമാണ് ഞാൻ തുടങ്ങുന്നത്. അതിനുശേഷം എൻജിനീയറിങ്ങിനൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഞാൻ ശരിക്കും ഈ ഫീൽഡിലേക്ക് സജീവമാകുന്നത്. തുടങ്ങുന്നത് സ്റ്റേജ് ഷോസിലൂടെയാണ്. സ്റ്റേജ് ഷോസ് ഒരുപാട് ചെയ്തതിന് ശേഷമാണ് സിനിമകൾ ലഭിക്കാൻ തുടങ്ങിയത്. മലയാളം, തെലുഗു ഭാഷകളിൽ സിനിമകൾ പാടിയിട്ടുണ്ട്. പിന്നെയും ഷോസ് ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ട് ബാൻഡ് ഉണ്ട്. അങ്ങനെയും കുറേ പരിപാടികൾ ചെയ്യാറുണ്ട്. മൂവീസിന് പുറമെ ആൽബംസ്, അല്ലാത്ത ഡിവോഷണൽസ് ചെയ്യാറുണ്ട്. പിന്നെ ആഡ്സ്, നല്ല ബ്രാൻഡിലുള്ള ആഡ്സൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഒരു ആങ്കറുമാണ്. ഇതാണ് എന്നെക്കുറിച്ച് ഇൻ ഷോർട്ട് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് തിരക്കുള്ള ഒരു ഗായിക കൂടിയാണ് എന്ന് പറയുകയാണ്. കാരണം ഒരുപാട് ജോലികൾ ഒരേ സമയം ചെയ്യുകയാണ്. എന്തായാലും നമുക്ക് അധികം പറഞ്ഞ് ചടപ്പിക്കണ്ടല്ലേ? കാരണം നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പാട്ട് കേൾക്കാൻ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ദിവ്യ ഒരു പാട്ടിലേക്ക് പോകാം. ഓക്കെ, ഓണം ആയതുകൊണ്ട് ആദ്യം ഞാനൊരു ഓണപ്പാട്ടിനെ പാടാം. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. ദിവ്യ ഒരു വളരെ കുട്ടിക്കാലം മുതൽ 6 വയസ്സ് മുതൽ കർണാടിക് സംഗീതം അഭ്യസിക്കുന്നതാണ്. അതും ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന ഗുരുക്കന്മാർക്കൊപ്പം. ഓമനക്കുട്ടി ടീച്ചറായാലും ആലപ്പി ശ്രീകുമാർ ആയാലും എങ്ങനെയായിരുന്നു ഒരു വിദ്യാഭ്യാസമൊക്കെ? സംഗീതത്തിൻ്റെ വിദ്യാഭ്യാസമല്ലേ ചോദിച്ചത്? അതെ. ഞാൻ 7 വയസ്സ് തൊട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്. 4 വയസ്സ് തൊട്ട് ഇങ്ങനെ പാടുമായിരുന്നു സ്കൂളിലൊക്കെ. അമ്മയാണ് ആദ്യം പാട്ട് പഠിപ്പിച്ചു തരുന്നത്. അമ്മ പാട്ടുകാരിയൊന്നുമല്ല, അമ്മ പാട്ടൊക്കെ എഴുതിയെടുത്ത്. അമ്മയ്ക്ക് ഭയങ്കര സംഗീതത്തിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അതുമാത്രമല്ല, എൻ്റെ അപ്പൂപ്പനാണെങ്കിലും ഒരു ഓൾറൗണ്ടറായിരുന്നു. സംഗീതം, അങ്ങനെ പല പല നാടകം സംവിധാനം ചെയ്യും, എഴുതും. അങ്ങനെ ഒരുപാട് മൾട്ടി ടാലൻ്റ് ആയിരുന്നു അപ്പൂപ്പൻ. അങ്ങനെ അതിനോടുള്ളൊരു ഇതാണ് എനിക്ക് കലയോടുള്ളൊരു താല്പര്യം ഉണ്ടായത്. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. ഓമനക്കുട്ടി ടീച്ചറാണ് എന്നെ തുടങ്ങിക്കുന്നത്. അതിനുശേഷം ആലപ്പുഴ ശ്രീകുമാർ സാറിൻ്റെ അടുത്താണ് തുടർന്നുള്ള സംഗീത വിദ്യാഭ്യാസം ഉണ്ടായത്. അപ്പം ദിവ്യ തന്നെ പറഞ്ഞ അപ്പൂപ്പൻ സർവകലാവല്ലഭനാണ്. അപ്പോൾ ആ കഴിവാണ് ദിവ്യയും കിട്ടിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ചലച്ചിത്ര രംഗത്തേക്ക് എങ്ങനെയാണ്? അതായത് ഞാൻ മനസ്സിലാക്കുന്നത് വെള്ളരിക്കാപട്ടണം എന്ന സിനിമയിലൂടെയാണ് സിനിമാ രംഗത്തേക്കുള്ളൊരു പ്രവേശനം. അതേപ്പറ്റി കൂടി ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറയൂ. ഓക്കെ, വെള്ളരിക്കാപട്ടണം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിക്കുകയാണ് ചെയ്തത്, പാടിയിട്ടില്ല. KK ശൈലജ മാമിൻ്റെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. അതൊരു ക്ലൈമാക്സ് സീനായിരുന്നു. ഒരു ജേർണലിസ്റ്റായിട്ട് തന്നെയാണ് ഞാൻ അഭിനയിച്ചത്. അതായിരുന്നു അഭിനയ രംഗത്ത് ആദ്യമായിട്ട് ആ സിനിമയിലൂടെയാണ് വന്നത്. പക്ഷെ അതിന് മുന്നേ ഒരുപാട് ദൂരദർശൻ പ്രോജക്ട്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംഗീത വീഡിയോസിൽ ഒരുപാട് മുഖം കാണിച്ചിട്ടുണ്ട് കുഞ്ഞിലേ മുതലേ. ഒരുപാട് ചാനലിലും ചെറുതിലേ മുതലേ അവതാരകയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. മ്യൂസിക്കിൽ വരുന്നത്
ഒരുപാട് ഡബ്ബ് പടങ്ങളിലൊക്കെയാണ് തുടങ്ങിയത്. തിയേറ്റർ റിലീസായിട്ടുള്ള ഡബ്ബ് പടങ്ങൾ, OTT പ്ലാറ്റ്ഫോംസിലൊക്കെ ഉള്ള പല പല ഭാഷകളിലുള്ളത്. മേജർ ഒരു ബിഗ് ബഡ്ജറ്റ് എന്ന് പറയാനാണെങ്കിൽ തെലുഗു ആണ് ചെയ്തത്. വളരി എന്നാണ് മൂവിയുടെ പേര്. ഹാരിസ് രാഘവേന്ദ്രയുടെ കൂടെ ഒരു സോങ് പാടാൻ സാധിച്ചു. TS വിഷ്ണു ആണ് മ്യൂസിക്. മൃത്തിക സന്തോഷിനെയായിരുന്നു ഡയറക്ടർ. ശ്രീകാന്ത്, ഋത്തിക സിംഗ് ഒക്കെയാണ് അഭിനയിച്ചത്. എന്തായാലും ആ ഒരു തെലുങ്ക് ഗാനം നമുക്കൊന്ന് കേട്ടാലോ ഗൗതം? കാരണം നമ്മൾ മലയാള ഗാനങ്ങൾ സാധാരണ കേൾക്കുന്നതാണ്, പക്ഷേ ഒരു തെലുങ്ക് ഗായികയെ കിട്ടുമ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് പാഴാക്കുക? ఉറപ്പായിട്ടും. నా రెండు కన్నులు ప్రేమగా రాసుకున్న ఓ నిండు వెన్నెల కవితల పుస్తకము అనుదినము నిన్ను నేను చదువుతున్నా. నా గుండె గోడకి ఇష్టంగా పూసుకున్న ఈ కన్ను చూడాలి ఓ కొత్త రంగువమ్మ కథ మలుపే తిరిగినది నీ వలన కనుక నువ్వే నా కథని రాయవమ్మా. ഇതായിരുന്നു ആ പാട്ട്. ഈ തെലുങ്കിലേക്ക് എങ്ങനെയാണ് ദിവ്യ ഒരു ഒരു തുടക്കം ലഭിക്കുന്നത്? മലയാളി മ്യൂസിക് ഡയറക്ടറായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് പാടിയിരുന്നത്. ഇതൊരു ഹൊറർ ത്രില്ലർ മൂവിയായിരുന്നു. അപ്പോൾ ഒരുപാട് ഹമ്മിങ്സ് ഉണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓൾമോസ്റ്റ് ഞാൻ തന്നെയാണ് ഇതിൽ പാടിയിരിക്കുന്നത്. അപ്പോൾ ഡയറക്ടർക്ക് എൻ്റെ വോയിസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചോദിച്ചു ഇതാരാ. പിന്നെ അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഒരു സൗത്ത് ഇന്ത്യൻ ആകുമ്പോൾ തെലുഗുവിൽ ആ ഒരു ഭാഷ ബുദ്ധിമുട്ടാണെന്നുള്ളത് കൊണ്ടും എന്നാലും വോയിസ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഡയറക്ടർ സമ്മതിക്കുമായിരുന്നു പാടാനായിട്ട്. അങ്ങനെയാണ് ഈ ഒരു അവസരം ലഭിക്കുന്നത്. ദിവ്യ വന്നിട്ട് ഓണവിശേഷങ്ങൾ തിരക്കിയില്ല. എന്താണ് പൊന്നോണ വിശേഷങ്ങൾ? പൊന്നോണ വിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാട്ടുകാരെ സംബന്ധിച്ച് എപ്പോഴും ഓണത്തിന് സംഭവിക്കുന്ന പരിപാടികളിലൂടെയാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. അത് പല സ്ഥലങ്ങളിലാണെങ്കിലും ഇത്തവണ ഒരു പ്രത്യേകത എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് നിൽക്കാൻ പറ്റി എന്നുള്ളതാണ്. എനിക്ക് ഇവിടെ തന്നെയാണ് ഇത്തവണ പരിപാടികളുള്ളത്. സാധാരണ ചിലപ്പോൾ നമ്മൾ എബ്രോഡൊക്കെ ആയിരിക്കും, അപ്പോൾ നമ്മുടെ നാട് നമുക്ക് മിസ് ചെയ്യും. പക്ഷെ അവിടുത്തെ ഓണം അവർക്ക് കിട്ടാത്ത ഒരു ഇതായതുകൊണ്ട് അവർ ഒരുപാട് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണ്. ഈ ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഗായിക മാത്രമല്ല അഭിനേത്രി കൂടിയാണ്. ഈ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഗാനം, അത് എങ്ങനെയാണ്? അഭിനയിക്കാൻ വലിയ താല്പര്യമാണോ? ഒരു ഗായികയായി അറിയപ്പെടാനാണോ, അതല്ല അഭിനേത്രി എന്ന നിലയ്ക്ക് അറിയപ്പെടാനാണോ ദിവ്യയ്ക്ക് താല്പര്യം? എനിക്ക് ഗായിക എന്നുള്ള നിലയിൽ അറിയപ്പെടാനാണ് ആഗ്രഹം. എനിക്ക് അഭിനയിക്കാനാണ് ചെറുതിലെ മുതൽ അവസരം ഒരുപാട് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഗായികയായിട്ട് അറിയപ്പെടാൻ ഇഷ്ടമുള്ളത് കൊണ്ട് മ്യൂസിക്കിൽ മാത്രമാണ് ഒതുങ്ങി നിന്നത്. ഇപ്പോൾ കുറച്ച് നാളെ ആയിട്ടുള്ളൂ നമ്മൾ തന്നെ പാടുന്ന പാട്ടുകൾക്ക് അഭിനയിക്കാമല്ലോ എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഇതിലേക്ക് കൂടുതലും സജീവമായത്. വളരെ സെലക്റ്റീവാണ് അഭിനയകാര്യത്തിൽ. പാട്ട് തന്നെയാണ് ഫുൾ ടൈം. നേരത്തെ ഓണവിശേഷം ചോദിച്ചപ്പോൾ എൻ്റെ ലേറ്റസ്റ്റ് റിലീസ് എന്ന് പറയുന്നത് ഇപ്പോൾ റിലീസായ ഒരു പാട്ടാണ്. ഉത്രാട പുലരി എന്ന് പറഞ്ഞ ഒരു പാട്ടാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഈ നേരത്തെ കാണിച്ച പാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ലിറിക്സ് എഴുതി മ്യൂസിക് ചെയ്ത് പാടിയൊരു പാട്ടാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ യൂട്യൂബിൽ തന്നെ റിലീസാക്കിയ ഒരു ഓണപ്പാട്ടാണ്. ഇത്തവണ ഏഞ്ചൽ ശാലോം ഫിലിംസിന് വേണ്ടി അജു കഴക്കൂട്ടം രചിച്ച് ആമശൽ പവിത്രൻ സാർ മ്യൂസിക് ചെയ്ത് ഞാൻ തന്നെ പാടിയ ഒരു പാട്ടാണ് ഉത്രാടപ്പുലരി. എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്നത് ജീവേഷ് വർഗീസാണ്. ആ ഗാനത്തിൻ്റെ ഒരു രണ്ടുപേരും നമുക്ക് കേൾക്കാമല്ലേ? ഓക്കെ, പാടാം. ഉത്രാടപ്പുലരി പൂക്കുവാൻ കാത്തു ഞാൻ ഉമ്മറവാതിൽ ചാരി നിൽക്കേ നിഴലുകളണിയും രാവിൻ്റെ ഓർമ്മകൾ നിഴലുകളണിയും രാവിൻ്റെ ഓർമ്മകൾ പോയ കാലത്തിൻ്റെ മിഴി തുറന്നു എൻ്റെ പ്രിയൻ്റെ ഓർമ്മയാൽ ഞാനിരുന്നു. ഉത്രാട പുലരി പൂക്കുവാൻ കാത്തു ഞാൻ ഉമ്മറവാതിൽ ചാരി നിൽക്കേ ചാരി നിൽക്കേ. ദിവ്യ, നമ്മൾ നിരവധി കാര്യങ്ങൾ പറഞ്ഞു വരികയായിരുന്നു. ഒരുപാട് പാട്ടുകൾ പാടി, നിരവധി പാട്ടുകൾ ഇനിയും കേൾക്കാനുണ്ട്. ഒപ്പം മലയാള സിനിമ
ആ മലയാള സിനിമയിൽ ഒരു തുടക്കം കുറിച്ചു കഴിഞ്ഞു, തെലുങ്കിലേക്ക് പോയി. സിനിമയുടെ പേര് നേരറിയും നേരത്ത് അല്ലേ? ആ സിനിമയിലെ ആ ഒരു ഗാനം നമുക്കൊന്ന് കേൾക്കാം. ഉറപ്പായിട്ടും അതെന്നെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സോങ് ആണ്. നല്ലൊരു ചാലഞ്ചിങ് അല്ലെങ്കിൽ ഒരു ടഫ് സോങ് ആണത്. ഒരു സാഡ് സോങ്ങുമാണ്. അപ്പോൾ സോളോ ആയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ഡെബ്യൂ സോളോ എന്ന് പറയുന്നത് ഈ ഒരു സോങ് തന്നെയാണ്. മധുരമായൊരു കോകിലനാദം വീണൽ വന്നു കവരുന്നുവോ, ചിറകു പോയൊരു മോഹവിമാനം പൂഴിമണ്ണിലടിയുന്നുവോ, തേന്നിലാവലേ തീക്കനൽ വിതറുകയോ, പൊൻപ്രഭാതമേ നീയും അകലുകയോ, നൊമ്പരങ്ങൾ നിറഞ്ഞു കവിഞ്ഞു നെഞ്ചിൽ സാഗരമാവുകയോ, നൊമ്പരങ്ങൾ നിറഞ്ഞു കവിഞ്ഞു നെഞ്ചിൽ സാഗരമായോ. ദിവ്യയെ സംബന്ധിച്ചിടത്തോളം സ്റ്റേജ് ഷോകൾ ലോകത്തിന്റെ പല കോണുകളിലും പോയി സ്റ്റേജ് ഷോകൾ, മാത്രമല്ല അതിൽ പ്രഗത്ഭർക്കൊപ്പം അതെ KS ചിത്ര ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഉണ്ണി മേനോൻ ആയിക്കോട്ടെ, അങ്ങനെ നിരവധി പ്രമുഖർക്കൊപ്പം സ്റ്റേജിൽ പാടാൻ. ഈ ലൈവ് സംഗീതം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അത് ഒരു കാണികളെ കയ്യിലെടുക്കണം അല്ലേ? ഒപ്പം പാട്ട് കയ്യിൽ നിന്ന് പോകാനും പാടില്ല. ചെറുപ്രായത്തിൽ ഇവർക്കൊക്കെ ഒപ്പം സഞ്ചരിക്കാനും അവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കഴിയുന്നുണ്ടല്ലോ. അത്തരം എക്സ്പീരിയൻസുകളെ പറ്റി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയൂ. ഇത്തരം ലെജൻഡറി ആയിട്ടുള്ള പീപ്പിൾ തന്നെ നമുക്ക് പറയാം. സിംഗേഴ്സ് ഉണ്ട്, മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ചെറുതിലേ മുതലേ പരിചയപ്പെടാനും അവരോടൊപ്പം വർക്ക് ചെയ്യാനും ഒക്കെ സാധിച്ചതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു മ്യൂസിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തന്നെ. കാരണം എൻ്റെ അക്കാഡമിക്സ് ഒരിക്കലും മ്യൂസിക് ആയിരുന്നില്ല. അപ്പോൾ ചെറുതിലേ മുതലുള്ള ഈ ഒരു വർക്ക് എക്സ്പീരിയൻസ് ആയിരിക്കാം എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി. ചെറിയ കുട്ടി ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പഠിക്കാൻ പറ്റി. കാരണം ആരും അങ്ങനെ വഴക്കൊന്നും പറയില്ലായിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവരുടെ അനുഭവങ്ങളും അവരുടെ ഓരോ കാര്യങ്ങളും കേട്ട് ഞാൻ കൂടുതൽ പഠിക്കുമായിരുന്നു. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും നമുക്ക് ഒരു സമയം പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പാട്ടുകളിലേക്ക് കൂടി പോകാൻ തോന്നുന്നു. ഒരു പാട്ട് കൂടി, കാരണം പ്രേക്ഷകരെ നമ്മുടെ തള്ളിനേക്കാട്ടിൽ അവരാഗ്രഹിക്കുന്നത് ഈ പാട്ടായിരിക്കും. അതെ, ഓക്കെ, ഞാനൊരു പാട്ട് പാടാം. ഒരു തമിഴ് പാടാം അല്ലേ? മലയാളമല്ലേ നമ്മൾ ഇത്ര നേരം പാടിയ. നെഞ്ചോട് കലന്തിട് ഉറവാലെ കാലങ്ങൾ മറന്നിട് അൻപേ, നിലവോട് தென்றலும் வரும் வேளை காலங்கள் மறந்திடு அன்பே, ஒரு பார்வையை பார்த்து நான் நின்றால் சிறு பூவாக நீ மலர்வாயே, ஒரு வார்த்தை இங்கு நான் சொன்னால் வலி போகும் என் அன்பே அன்பே, நெஞ்சோடு கலந்திடு உறவாலே காலங்கள் மறந்திடு அன்பே, நிலவோடு தென்றலும் வரும் வேளை காயங்கள் மறந்திடு அன்பே. ദിവ്യ ഈ പരസ്യങ്ങൾക്കും ശബ്ദം നൽകിയിട്ടുണ്ട് അല്ലേ? അതെങ്ങനെയാണ് ദിവ്യ? അത് അങ്ങനെ അവസരം ലഭിച്ചതാണ്. എന്നെ സംബന്ധിച്ച് കുറേ ബ്രാൻഡ് പാടിയിട്ടുണ്ട്. അല്ല, എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയതെന്ന് പറയുന്നത് ജോസ്കോ എന്നുള്ള. അത് നമുക്കൊന്ന് വേണ്ടിയിട്ട് ഒന്ന് ആ ഒരു രണ്ട് വരി ഒന്ന് മൂളാമോ? അതൊരു ഹമ്മിങ് അങ്ങനെ ഒരു ഇതിൽ പോകുന്ന ഒരു സംഭവമാണ്. എന്നാലും അതിൻ്റെ സ്റ്റാർട്ടിങ് ഒരു ഹമ്മിങ് കേൾക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ഓർമ്മ വരുമായിരിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ തുടക്കം. പ്രിയദർശൻ സാറാണ് അത് ഡയറക്റ്റ് ചെയ്തത്. സന്തോഷ് ശിവനായിരുന്നു ക്യാമറാമാൻ. TS വിഷ്ണു ആയിരുന്നു മ്യൂസിക് ചെയ്തത്. അത് നല്ലൊരു സ്പെഷ്യലായിട്ടുള്ള ആഡാണ്. എന്തായാലും നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രം അല്ലേ? അതെ. മാത്രമല്ല ഈ പലപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകുന്നൊരു ആശങ്കയുണ്ട്. അതായത് ഈ
ഇപ്പോഴത്തെ ഒരു പ്രഗത്ഭരായ ഗായകരുടെ ഒരു കാലഘട്ടത്തിന് ശേഷം ഇതിനെ ആര് മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊരു ചോദ്യം, ഭാവി ആരാണ് ഇതിനെയൊക്കെ നയിക്കുന്നത്? അപ്പോൾ ദിവ്യയെപ്പോലുള്ള ആളുകൾ തീർച്ചയായിട്ടും സംഗീതത്തിൻ്റെ പുതിയ കാലഘട്ടത്തിൻ്റെ പ്രതീകമാണ്. അതിനാൽ നമ്മുടെ ശുദ്ധ സംഗീതവും ആധുനിക കാലത്തെ സംഗീതവും ഒക്കെ കാലാകാലങ്ങളിൽ നമ്മുടെ ഈ മഹത്തരമായ ദേശത്ത് ഉണ്ടാകും എന്ന കൃത്യമായ സന്ദേശം കൂടിയാണ് ഈ കൊച്ചുമിടുക്കിയുടെ ഈ ഒരു പുത്തൻ പുലരിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതെ അതെ, എന്തായാലും നമുക്ക് ചലച്ചിത്ര പിന്നണി ഗായികയും അവതാരകയുമാണ് JR ദിവ്യ നായർ. ദിവ്യ, ഈ ദിവസം ഇന്ന് നാളെ ഉത്രാടമായി. ഈ ഒരു ദിവസം നമുക്ക് അതിഥിയായി ലഭിച്ചതിൽ തന്നെ വലിയ സന്തോഷമുണ്ട്. ഒരുപാട് നന്ദി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായി തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ജനൻ TVക്ക് വേണ്ടി ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ ഉണ്ടാവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഞാനും അറിയിക്കുന്നു.